പുതിയതായി 9ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ റീൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ വിഷയങ്ങൾ ഉണ്ടാകും. മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ 80 മാർക്കായിട്ട് മാറാണ്. അത് തന്നെ സോഷ്യൽ സയൻസ് കുറച്ചും കൂടി അധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസ് 1 നമ്മൾ കോമൺ ആയിട്ട് ഹിസ്റ്ററി എന്ന് പറയും, സോഷ്യൽ സയൻസ് 2 കോമൺ ആയിട്ട് ജോഗ്രഫി എന്ന് പറയും. അങ്ങനെ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പക്ഷേ എക്സാം ഒന്നായിരിക്കും 80 മാർക്കിൻ്റെ. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് 80 മാർക്കിന് ആവാണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ബേസിക് സയൻസ് ഒരൊറ്റ ദിവസമായിട്ടായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 20 മാർക്കിൻ്റെ എക്സാം ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റ് ആവുകയും ഫിസിക്സ് 40 മാർക്കിന്, ബയോളജി 40 മാർക്കിന്, കെമിസ്ട്രി 40 മാർക്കിന്, ഈ 3 വിഷയങ്ങളും 40 മാർക്കിൻ്റെ വിഷയങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ മാറ്റം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി 8ാം ക്ലാസ് ഉള്ളതുപോലെ തന്നെ 30% മിനിമം മാർക്ക് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിൽ നേടിയെടുക്കണം. ഈ 30% മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 80 മാർക്കിൻ്റെ വിഷയങ്ങളായ മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നിവയിൽ 80ൽ 24 മാർക്കും ബാക്കിയുള്ള സബ്ജക്റ്റ് അതായത് ബയോളജി, കെമിസ്ട്രി, ഹിന്ദി പോലുള്ള സബ്ജക്റ്റുകളിൽ 40ൽ 12 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? റിട്ടേൺ എക്സാം അഥവാ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ നേടിയിരിക്കണം. ഇതാണ് മൂന്നാമത്തെ മാറ്റം. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, പ്രോപ്പറായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക അല്ലേ. ഒന്ന്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 5 ദിവസം പഠിക്കണം. 2, പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിക്കുക. മൂന്നാമതായിട്ട് ഒരു പ്രോപ്പർ റിവിഷനും നിങ്ങൾ ചെയ്യണം. ഇത് 3ഉം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ അടിപൊളി മാർക്ക് നേടാൻ പറ്റൂ. ഇങ്ങനെ 9ാം ക്ലാസ്സിൽ അടിപൊളി മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എനിക്ക് 9ാം ക്ലാസ് അടിപൊളിയാക്കണം എന്നുള്ളൊരു മെസ്സേജ് അയച്ചോ. ബാക്കി ഞാൻ അവിടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കാണ് വേണ്ടത്. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എനിക്ക് 9ാം ക്ലാസ് അടിപൊളിയാക്കണം എന്നുള്ള മെസ്സേജ് അയച്ചോ. ബാക്കി ഞാൻ എന്ത് ചെയ്യാം? സെറ്റാക്കാം. അപ്പോൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഇതേപോലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.